ഹായ് മേരിയൻ, വീണ്ടും കണ്ടതിൽ സന്തോഷം. സോ എന്താണ് യു കെയിൽ നിന്ന് വന്നത്? ഇപ്പൊ ഞാൻ യു കെയിൽ നിന്ന് വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു മന്ത് ആയി. ഇൻഫാക്ട് ഒരു മന്തിൽ കുറച്ചും കൂടി കൂടുതലായി. ഞാനൊരു April 14th 15th ഒക്കെ ആയപ്പോഴാണ് തിരിച്ചെത്തിയത്. അവിടെ May 9th ആയപ്പോൾ ക്ലാസ്സസും എല്ലാം പ്രോപ്പർലി കഴിഞ്ഞു. ഇനി ആക്ച്വലി ഞാൻ തിരിച്ച് പോവാണ് ഇന്ന് രാത്രി. ആക്ച്വലി നാളെ രാവിലെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റ്, ബട്ട് ഇന്ന് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങും. ബിക്കോസ് അവിടെ ഒരു ഫുൾ ടൈം ജോലി എനിക്ക് കിട്ടി. അപ്പോൾ ജോലിയൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചു പോവാണ്. സോ മേരിയൻ, എങ്ങനെയായിരുന്നു ഇപ്പൊ UG പ്രോഗ്രാമിനായിരുന്നില്ലേ പോയിരുന്നത്? യൂണിവേഴ്സിറ്റി, അബേർട്ട് യൂണിവേഴ്സിറ്റി, റൈറ്റ്? സോ എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസ്? യൂണിവേഴ്സിറ്റി എങ്ങനെയായിരുന്നു, ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ? അബേർട്ട് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാനിപ്പോൾ അവിടെ പോയിട്ട് ഒരു ഇയർ ആയി ഓൾമോസ്റ്റ്. എൻ്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ഞാൻ അവിടെ ബാച്ചിലേഴ്സ് ഇൻ ഫോറൻസിക് സയൻസ് ആണ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റിയെ പറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് ചീത്ത ഒപ്പീനിയൻ ഒന്നും ഇല്ല. ആക്ച്വലി വളരെ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. അവിടുത്തെ ഫെസിലിറ്റീസ് ആണെങ്കിലും ഫാക്കൽറ്റി ആണെങ്കിലും എല്ലാവരും വളരെ നൈസുമാണ്. നമ്മൾ ക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ആൻസർ ചെയ്യും. മൊത്തമേ ഐ തിങ്ക് വളരെ നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടെ യൂണിവേഴ്സിറ്റിക്ക് ഉള്ളത്. എല്ലാ ഇതിലോട്ടും എല്ലാ കോഴ്സസിനും വളരെ നല്ലതാണ്. എനിക്ക് യൂണിവേഴ്സിറ്റിയായിട്ട് ഇഷ്ടം പ്രോബ്ലി അവിടുത്തെ ലൈബ്രറി ആയിരിക്കും. ബിക്കോസ് വലിയ ലൈബ്രറിയാണ്, കുറേ ബുക്സും അതൊക്കെ ലൈക്ക് ഭയങ്കര എസ്തെറ്റിക്സും ആണ്. എല്ലാം നമുക്ക് വളരെ കൺവീനിയന്റും ആണ് എല്ലാം. പിന്നെ അത് ഓപ്പണും ആണ്, കുറേ ലേറ്റ് ആയിട്ട് ഓപ്പണും ആണ്. പിന്നെ ക്യാമ്പസസ് ഓൾസോ നല്ല ബിഗ് ആണ്. ഒരു കാഫേ ഉണ്ട്, ലൈബ്രറി, വലിയ ലൈബ്രറി, പിന്നെ കമ്പ്യൂട്ടർ ലാബ് ഒക്കെ ഉണ്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓവറോൾ യൂണിവേഴ്സിറ്റി എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇപ്പൊ എന്താണ് ഇനിയിപ്പോ മേരിയന് അവിടെ ചെന്നിട്ട് UK ലിവിങ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് തോന്നിയത്? അവിടുത്തെ കാര്യങ്ങളൊക്കെ, അവിടുത്തെ ലിവിങ് കണ്ടീഷൻസിനെ പറ്റി പറഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആണ്. എനിക്കിപ്പോ കിട്ടിയേക്കുന്ന റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഉണ്ട് റൂമിൽ. ഇറ്റ്സ് എ ഫ്ലാറ്റ്. അപ്പൊ വേറൊരു ഫ്ലാറ്റ് മേറ്റ് ഉണ്ട്. എന്റെ റൂമിലൊന്നുമല്ല. ഡീസെന്റ്ലി ഫേർണിഷ്ഡ് ആണ്. ഒക്കെ ആവശ്യത്തിനുള്ള ഫേർണിച്ചേഴ്സും ടോയ്ലറ്റ് ആണെങ്കിൽ വെൽ എക്വിപ്ഡ്, കിച്ചണും ഉണ്ട്. കുക്കിംഗ് ഒക്കെ എല്ലാം തന്നെയാണ്. അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഒരു അക്കോമഡേഷനിൽ തന്നെയാണ്. അപ്പോൾ ഇനി ഞാനൊരു പുതിയ ഫ്ലാറ്റ് നോക്കി അങ്ങോട്ട് മാറാൻ എൻ്റെ പ്ലാൻ. സോ എന്താണ് ഇപ്പൊ പാർട്ട് ടൈം ജോബ്സിനെ പറ്റിയൊക്കെ എന്താണ് പൊതുവെ പറയാനുള്ളത്? അപ്പോൾ പാർട്ട് ടൈം ജോലിനെ പറ്റി സത്യം പറഞ്ഞാൽ ഡണ്ടി എന്ന സിറ്റിയിൽ അത് കിട്ടുന്നത് അത്യാവശ്യം ഡിഫിക്കൽട്ടാണ്. കാരണം സിറ്റി ചെറുതല്ല, എന്നാൽ പോപ്പുലേഷൻ കുറവാണ്. ലൈക്ക് കേരളക്കാളും പോപ്പുലേഷൻ കുറവാണ്, കേരളത്തിനേക്കാളും പോപ്പുലേഷൻ കുറവാണ്. ഇൻഫാക്ട് കൊച്ചിനേക്കാളും പോപ്പുലേഷൻ കുറവാണെന്ന് എൻ്റെ വിശ്വാസം. അതുമല്ല, അവിടെ രണ്ട് വലിയ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ആബർട്ട് യൂണിവേഴ്സിറ്റി ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ഡണ്ടി. അപ്പോൾ ഇവിടെയൊക്കെ സ്റ്റുഡൻറ് പോപ്പുലേഷനും ഹൈ ആണ്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും പാർട്ട് ടൈം ജോബിന് വേണ്ടി ഇങ്ങനെ തേടി പോകും. അപ്പോ ഇപ്പൊ എനിക്ക് കിട്ടിയേക്കുന്ന ജോലി എന്ന് പറയുന്നത് ഇൻഡീഡോ ലിങ്ക്ഡനോ ഗ്ലാസ്ഡോറോ കൂടി ഒന്നുമല്ല. ഞാൻ വിളിച്ച് സംസാരിച്ച് അയക്കണ ജോലിയാണ്. ഇതിനു മുമ്പ് എനിക്ക് എൻ്റെ ഒരു ജോലിന്ന് പാർട്ട് ടൈം വാസ് അറ്റ് പണ്ടൂര ജ്വല്ലറി എന്ന് പറഞ്ഞിട്ട് ഒരു റെപ്യൂട്ടഡ് ബ്രാൻഡ് ആണ്. അവിടെയാണ് എനിക്ക് ജോലി ഉണ്ടായത്. അവിടെ പോലും ഞാൻ എൻ്റെ CV ആയിട്ട് അകത്ത് കയറി ചെന്ന് ഞാൻ ഓക്കെ എനിക്ക് ജോലി വേണമെന്ന് പറഞ്ഞപ്പോഴാണ് കിട്ടിയത്. അല്ലാതെ ഈ ഇന്ത്യയിൽ കൂടെ അപ്ലൈ ചെയ്ത് എനിക്ക് കിട്ടിയില്ല. ഐറോണിക്കലി നമ്മൾ നോക്കിയാൽ എനിക്ക് ഇന്ത്യയിൽ കൂടെ അപ്ലൈ ചെയ്ത ഒരു ജോലി എനിക്ക് ഇതുവരെ സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. എല്ലാ ജോലിയും ഞാൻ ഇങ്ങനെ അല്ലെങ്കിൽ അവരെ വിളിച്ചോ അല്ലെങ്കിൽ ഇൻ പേഴ്സൺ കണ്ട് ഞാൻ സംസാരിച്ച് കിട്ടിയേക്കണ ജോലിയാണ്. അപ്പോൾ ആരൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്യണോ ഞാൻ റെക്കമെൻഡ് ചെയ്യാം, CV നിങ്ങൾ ചെയ്തേക്കുന്നത് നിങ്ങൾ ലൈഫിൽ അച്ചീവ് ചെയ്തേക്കണ എല്ലാം ഇടാം. ഇൻ പേഴ്സൺ പോയി നമ്മൾ CV ഹാൻഡിൽ ചെയ്ത് ജോലി വേണമെന്ന് പറഞ്ഞ് ജോലി കിട്ടും. അതാണ് സേഫർ ഓപ്ഷൻ എപ്പോഴും. സോ ആസ് എ ഹോൾ UK എക്സ്പീരിയൻസിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഓവറോൾ ഞാൻ നോക്കുമ്പോൾ ബെനിഫിറ്റ്സ് നമുക്ക് കുറെ ഉണ്ട്. പുതിയൊരു സ്ഥലം, പുതിയൊരു സിറ്റുവേഷൻ, കണ്ടീഷൻസ്, നമ്മൾ തന്നെ ചെയ്യാൻ പഠിക്കണു, ഇൻഡിപെൻഡന്റ് ആവുന്നു, ലാംഗ്വേജ് അൺലോക്ക് ചെയ്യും, നമ്മൾ കുറേതായ ബെനിഫിറ്റ്സ് ഉണ്ട്. ബട്ട് ഈ ബെനിഫിറ്റ്സ് നമ്മൾ കുറച്ച് പാടുപെടാതെ വരില്ല എന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. കയറി ചെല്ലുമ്പോൾ തന്നെ ജോലി കിട്ടുക, കയറി ചെല്ലുമ്പോൾ കുറെ ഫ്രണ്ട്സ് ആവും, അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ആക്ച്വലി നമ്മൾ ചെല്ലും, നമുക്ക് ജോലി എടുക്കും, കുറച്ച് സമയം എടുക്കും, ഫ്രണ്ട്സ് ആവാൻ സമയം എടുക്കും, ഓവറോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ അത്യാവശ്യം സമയം നമുക്ക് എടുക്കും. മനുഷ്യരായിപ്പോ സമയം എടുക്കും, എസ്പെഷ്യലി ഇങ്ങനെ പുതിയൊരു സ്ഥലത്തൊക്കെ ഉള്ളൂ. അപ്പോ ഞാൻ പറയാം, അതനുസരിച്ച് നമ്മൾ കോപ്പറേറ്റ് ചെയ്താൽ നമ്മൾ അതിനൊപ്പം വളരും. അത്ര എനിക്ക് പറയാനുള്ളത്. ഓവറോൾ UK വളരെ നൈസാണ്. ആർക്കാരും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഓക്കെ, താങ്ക് യു മേരിയൻ, താങ്ക് യു സോ മച്ച്. എന്തായാലും നല്ല ഹാപ്പി ആൻഡ് സേഫ് ജേർണി ആയിരിക്കട്ടെ ഞാൻ. പിന്നെ അതുകൂടാതെ അവിടെ ചെന്ന ഫ്യൂച്ചറൊക്കെ നല്ല സെറ്റിൽഡ് ആവട്ടെ, നല്ല രീതിയിൽ വിചാരിക്കുന്നു. അതെ, അപ്പൊ എല്ലാവിധ ശുഭാശംസകളും നേരുന്നു. ഇനി വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് കാണാം. തീർച്ചയായിട്ടും കാണാം. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്.